യെസ്, നമുക്ക് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നിന്ന് വിച്ചറിന്റെ സീസൺ 3യുടെ പാർട്ട് 1 നമുക്ക് ഇന്നലെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പാർട്ട് 1ൽ നമുക്ക് മൊത്തം 5 എപ്പിസോഡാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു 5 എപ്പിസോഡ് എങ്ങനെയുണ്ട് എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് തന്നെ. ആൻഡ് അതുകൂടാതെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഫേവറേറ്റ് ആക്ടർ ആയിട്ടുള്ള ഹെൻറി കാവിലിന്റെ അവസാനത്തെ സീസൺ കൂടി തന്നെയാണ് ഈ ഒരു വിച്ചറിന്റെ സീസൺ 3. സോ അതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി തന്നെ ഹൈപ്പും കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു സീസൺ അവർ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ. സോ നമുക്ക് നോക്കാം ഈ ഒരു 5 എപ്പിസോഡ് എങ്ങനെയുണ്ട്, നിങ്ങൾ ഈ ഒരു സീസൺ കാണണോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിക്കാം. സോ ആദ്യമേ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞ പോലെ തന്നെ വിച്ചറിന്റെ ഈ ഒരു സീസൺ 3 നമുക്ക് മൊത്തം 10 എപ്പിസോഡാണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് 10 എപ്പിസോഡ് നമുക്ക് ഇപ്പം നെറ്റ്ഫ്ലിക്സ് തന്നിട്ടില്ല. അവരുടെ യൂഷ്വലി നമ്മൾ പണ്ട് പോലെ മണി ഹേസ്റ്റിൻ്റെയൊക്കെ ഒരു പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെന്താണെങ്കിലും ഇറക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ആദ്യം ഒരു 5 എപ്പിസോഡേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇനിയുള്ള അടുത്തുള്ള 5 എപ്പിസോഡ് കാണണമെങ്കിൽ ഒരു മാസം നമ്മൾ എന്താണെങ്കിലും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്നാൽ മാത്രമേ അവർക്ക് ഈ ഒരു ഷോയുടെ ഈ ഒരു പുതിയ സീസൺ കുറച്ചും കൂടി ട്രെൻഡിങ് ആക്കാൻ കഴിയുള്ളൂ. ആൻഡ് ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണ് നമുക്ക് എന്താണെങ്കിലും 5 എപ്പിസോഡ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് തന്നെ. പിന്നെ ഞാൻ നേരത്തെ വീണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൻറി കാവിലിൻ്റെ അവസാനത്തെ സീസണാണിത്. കാരണം പുള്ളിക്കാരൻ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർമാനായിട്ട് വീണ്ടും റീകാസ്റ്റ് സംഭവിച്ചപ്പോൾ ബ്ലാക്ക് ആഡത്തിനകത്ത് അങ്ങനെയാണ് ഹെൻറി കാവിൽ ഇത് വേണ്ടെന്ന് വെച്ചതെന്നാണ്. പക്ഷേ ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂവിനകത്ത് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബുക്കിൻ്റെയും അതുകൂടാതെ ഗെയിമിൻ്റെയും സോഴ്സ് മെറ്റീരിയലിലേക്ക് പോലെയല്ല അവർ ഈ ഒരു സീസൺ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഹെൻറി കാവിൽ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇനി ബാക്കിയുള്ള സീസണിലേക്ക് വലിയ താല്പര്യം ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. സോ ഇനി വരാൻ പോകുന്നത് ലിയാം ഹെംസ്വർത്ത് ആണ്. ലിയാം ഹെംസ്വർത്ത് ഹെൻറി കാവിലിനെ റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ പുള്ളിക്കാരൻ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ട വരുന്നൊരു കാര്യം തന്നെയാണ്. നമുക്ക് സീസൺ 4 മുതൽ നമുക്ക് കാണാം. പക്ഷേ എന്താണെങ്കിലും സീസൺ 3 നമുക്ക് ഒരിക്കൽ കൂടി ഹെൻറി കാവിൽ ഗെറാൾഡ് ഓഫ് റിവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും. സോ എങ്ങനെയുണ്ട് ഈ ഒരു പുതിയ സീസണിൻ്റെ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സീസൺ അപേക്ഷിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സീസണിനകത്ത് അവർ കുറച്ചും കൂടി കൂടുതൽ സിറിയെ സെൻട്രലൈസ് ചെയ്താണ് നമ്മളെ അവർ കാണിച്ചു തന്നിട്ടുള്ളത്. ബാക്കി ഓൾറെഡി വിച്ചറിൻ്റെ കഥയിൽ എപ്പോഴും സെൻട്രലൈസ് ചെയ്യുന്ന സിറിയെ തന്നെയാണ്. പക്ഷേ ഈ ഒരു സീസണിനകത്ത് നമുക്ക് കുറച്ചും കൂടി അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് സിറിയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഒത്തിരിയധികം പ്ലോട്ട്സിൻ്റെയൊക്കെ സെൻട്രലിൽ വരുന്നൊരു ക്യാരക്ടർ. ആൻഡ് ആ ഒരു രീതിയിലുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ് നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു 5 എപ്പിസോഡിനകത്ത് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളൊരു കാര്യം. ഇനി ആക്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെൻറി കാവിൽ മുതൽ ആനിയ ചൊറോട്ട വരെയുള്ള എല്ലാവരും കിഡിലനായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ്. ബാക്കിയുള്ള സീസണിനകത്ത് അവർ ചെയ്തതുപോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്തും കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സീസണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരിയധികം രീതിയിലുള്ള പ്ലോട്ട്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഗെയിമെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, വൈൽഡ് ഹണ്ട് എന്താണെങ്കിലും വരും. അത് സീസൺ 2 അവർ ഓൾറെഡി ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒത്തിരിയധികം രീതിയിലുള്ള മൾട്ടിപ്പിൾ പ്ലോട്ട്സും കൂടി സീസൺ 3 അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമ്മൾ ആക്ച്വലി ഈ ഒരു 5 എപ്പിസോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ഡയലോഗ് ഹെവി ആയിട്ടുള്ളൊരു സീസണായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ആക്ഷൻ ഇല്ലെന്നല്ല പറയുന്നത്, ആദ്യത്തെ എപ്പിസോഡ് പോലെ തന്നെ ആക്ഷൻ ഉണ്ട്, അതിനകത്തൊരു പോരായ്മയില്ല. പക്ഷെ എന്നാലും ഒരു എന്താ പറയുക, ഒരു 70% ഡയലോഗ് ഹെവിയും അതുകൂടാതെ തന്നെ പ്ലോട്ടുമാണ് അവർ കൂടുതൽ കാണിച്ചിരിക്കുന്നത്. അതിനകത്തൊരു ജസ്റ്റ് ഒരു ഫാക്ടർ എന്നുള്ള രീതിയിലാണ് ആക്ഷൻ കാണിച്ചിരിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൈൽഡ് ഹണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലോട്ട് ലൈനാണ് അവരിപ്പോൾ കറൻ്റ്ലി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഹെൻറി വൈൽഡ് ഹണ്ടിനെ ഫേസ് ചെയ്യുന്നതിനെ കുറച്ചും കൂടി നന്നായെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെങ്കിലും. അതുപോലെ തന്നെ പാർട്ട് 1 നമുക്ക് 5 എപ്പിസോഡാണ് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ആ ഒരു 5 എപ്പിസോഡിനകത്ത് ആ ഒരു 5ാമത്തെ എപ്പിസോഡിനകത്ത് അവർ കാണിച്ചിട്ടുള്ളത് ഒരു രീതിയിലൊരു തെണ്ടിത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു രീതിയിലും ആ ഒരു എപ്പിസോഡ് എൻഡിങ് അല്ല അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. അവരൊരു ചീപ്പ് ക്ലിഫ് ഹാങ്ങറാണ് നമ്മളെ അതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഇത്രേ പറയുള്ളൂ, 6ാമത്തെ എപ്പിസോഡിൽ നിർത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പാർട്ട് വൈസ് ആയിട്ട് ചെയ്യണം അവരുടെ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ച്. സോ ആ ഒരു ഒറ്റൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനി നമ്മൾ ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യണം ഈ 5ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി തന്നെ. സോ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു നിരാശ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എടുത്ത് പറയേണ്ട VFXും CGയും കുറിച്ച് എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഈ മാസം ഇറങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും VFXനും അതുകൂടാതെ തന്നെ CGIക്കും ഒരു കൺസിസ്റ്റൻസി ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഷോയ്ക്കകത്തുള്ള CGയുടെയും വിഷ്വൽ എഫക്ട്സിനെ കുറിച്ചും സീസൺ 3 എനിക്ക് നിങ്ങളായിട്ട് പറയാനുള്ളത്. കാരണം ചിലയിടത്തൊക്കെ സൂപ്പറായിട്ട് നെറ്റ്ഫ്ലിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചിലയിടത്തൊക്കെ നമുക്ക് ഭയങ്കര
എന്താ പറയുക ഷോക്കായിട്ടുള്ള CGയും വിഷ്വൽ എഫക്ട്സും നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ ഒരു ഇൻകൺസിസ്റ്റൻസി നമുക്ക് ഈ ഒരു സീസണിനകത്തുള്ള ആദ്യത്തെ 5 എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ ഞാൻ നേരത്തെ സിനിമകളിലൊക്കെ അവർ ചെയ്യുന്ന പോലെ ബഡ്ജറ്റ് അവർ സേവ് ചെയ്ത് വെച്ച് ഇനിയുള്ള അടുത്ത 5 എപ്പിസോഡിൽ കൊണ്ടുവരാനായിരിക്കും അവർ നോക്കുന്നത്. നമുക്ക് കണ്ടറിയാം അത് ഇറങ്ങിക്കഴിയുമ്പോൾ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു പാർട്ട് 1 വിച്ചറിൻ്റെ സീസൺ 3യെക്കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളൊരു കാര്യം. നിങ്ങൾ ആക്ച്വലി കണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഹെൻറി കാവിലിനെ റീപ്ലേസ് ചെയ്ത് ലിയാം ഹെംസ്വർത്ത് വരുന്നതിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ ഒരു സീസണിന് ഒരു ഫൈനൽ റേറ്റിംഗ് കൊടുക്കുന്നില്ല, കാരണം ഇത് ഒരു ഇൻകംപ്ലീറ്റ് ആണ്. ഇനി ഒരു 5 എപ്പിസോഡും കൂടി ഒന്ന് മൊത്തത്തിൽ ആ ഒരു 10 എപ്പിസോഡായാൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഓവറോൾ നല്ലൊരു സീസണിൻ്റെ ഒരു തുടക്കമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.